മനുഷ്യ ഈ പെമ്പിള്ളാരുടെ പുറകെ ഇങ്ങനെ ബൈക്കും കൊണ്ട് നടക്കാൻ? എടീ 10-25 വർഷം സർവീസിലുണ്ടായിരുന്ന ഞാൻ നിനക്ക് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിയോ? പിന്നെ അതൊക്കെ നോക്കിയാൽ പെമ്പിള്ളാരെ വളർത്താൻ പറ്റൂ? ഇത് പഴയ കാലമൊന്നുമല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നേരെ ചൊവ്വ റോട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? ന്യൂസ് ചാനലിലെ നിമ്മിയുടെ തിരോധാനം അന്തിച്ചർച്ച കാണാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കില്ല. ഷോ, ഈ പോലീസുകാരല്ല ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. നിങ്ങളുടെ തലക്കെത്തെന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ ചികിത്സിച്ചാ കൊള്ളാം. എനിക്കല്ല കുഴപ്പം, നിനക്കാ കുഴപ്പം. ചേട്ടാ, ഈ തൊണ്ടിയിലെ തോമാശന്റെ വീടേതാ? ഏതുണ്ട്? എനിക്കറിയൊന്നുമില്ല. നീ ആ റോട്ടിലങ്ങനെ പോയി അന്വേഷിക്കും. അതാ കേറ്റത്തില് വീടല്ലേ? നിങ്ങൾക്ക് അതങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നു? നിനക്കറിയാണ്ട, ഇത് വഴി രണ്ട് വന്നിട്ടുള്ളതൊന്നല്ല. ഓരോരുത്തർ അറിയിക്കോളും. എന്നെ കുറിച്ച് അറിയില്ല അവന്, എനിക്കെല്ലാം അറിയാം. മനസ്സിലായാ? ഇങ്ങോട്ട് വന്നേ. ഈ അവളമാരുടെ റൂമിൽ കയറി നോക്കിണ്ട, മുഴുവൻ ചൈനക്കാരാ. പ്രപഞ്ചത്തിലെ പോരാളി. ഈ ചെറുക്കന്റെ കയ്യിൽ വണ്ടി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ജോസൂട്ടി? പിന്നെ എങ്ങനെ അവൻ ഡ്രൈവിംഗ് പഠിക്കുന്നേ? ഇതിനെ പിടിച്ചോണ്ട് അവൻ ഇരിക്കാൻ മേലെന്ന്. ഇതിന് എന്നാ കൊടുത്തു? 5. ഒന്നില്ല. ഈ മാസത്തെ ചിട്ടിയുടെ പൈസ അടച്ചോ? മാതൃത്വത്തില് നീ എന്നടാ കൊടുക്കാ? ഞാനാണോ അടക്കണ്ടേ? ഇവിടുത്തെ കോഴിയും പശു ഒന്നും പോരാനായിട്ടാണോ? ആനെ കൊണ്ടുവരണോ? കിട്ടിയപ്പോഴേക്കും പേര് കിട്ടോ? അത് നമ്മുടെ പുളിക്കല ജോർജ് ഇട്ടുചായന്റെയാ. പുള്ളി വിളിക്കുന്ന പേരാ. നിനക്ക് വേണേ വേറെ പേരിട്ടോ. ഒരു സാധനം കൂടി ഉണ്ട്. നന്നായിടാ. അല്ലെങ്കിൽ പിള്ളേർക്ക് ആട്ടുംപാല ബെസ്റ്റ്. അതറിയോ? അങ്ങനെ പറഞ്ഞു. എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മച്ചി. ആടെ അടുത്ത് വെല്ലുമ്മച്ചക്കൊരു കോഴി. ഇത് നമ്മുടെ പെടയല്ലേ? അയ്യോ, ഇന്ന് മുതൽ ഇതിനെയല്ലേ ഞാൻ നേർച്ച കൊടുത്തത്? അതിനെ വിളിച്ചോണ്ട് പോന്നോ? എനിക്കതറിയാമോ? ഞാൻ നോക്കിയപ്പോ നല്ല മുട്ടയിടുന്ന പൂവനാന്ന് വിചാരിച്ചു. അല്ല, പേടയാന്ന് വിചാരിച്ചു. ഇതിന്റെ മുട്ടയല്ലേ ഞാൻ എല്ലാ ദിവസവും കടയിലേക്ക് തന്നു വിടുന്നേ? ഇതിലും ഭേദം നിങ്ങൾ പട്ടാളത്തിൽ പോകണം. മുട്ട നോക്കി ഏത് കോഴി ഇട്ടെന്ന് എനിക്കറിയാവോ? ഞാനോട് പണിയെടുത്ത് അമ്മച്ചി എന്നാടാ വിളിച്ച വരികയല്ലോ. ഇതൊരു പച്ചക്കറി കട മുഴുവനുണ്ടല്ലോ. എടി, ഇത് മുഴുവൻ ഓർഗാനിക്കാ. നല്ല ചാരവും ചാണകവും ഇട്ടുണ്ടാക്കിയത്. ഈ മുട്ടയും മുട്ടയില്ല, ഈ ചേമ്പും കാച്ചിലും ഈ ഓൾ വെജിറ്റബിൾസ്. എന്റെ പൊന്നാരിയമ്മ, ഇന്നത്തെ ലേലത്തിന് നീ കൂടെ വരേണ്ടതായിരുന്നു. എന്നെ പിടുത്തമായിരുന്നു അറിയോ? നമ്മുടെ കോച്ചേരി ബാബു എന്നോട് വാശിക്ക് മത്സരിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുവോ? നിനക്കറിയോ, ആ 10 കോഴിമുട്ട 4000 രൂപയ്ക്ക് ഞാൻ പിടിച്ചേ. 4000 രൂപയോ ഈ മുട്ടയ്ക്കോ? പിന്നെ ഞാൻ തോറ്റു കൊടുക്കണോ? പിന്നെ വികാരിയച്ഛനും ഉണ്ടായിരുന്നു എരിവ് കയറ്റാൻ. വെറുതെ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാച്ചിലെ നല്ലപോലെ പുഴുങ്ങിട്ട് നല്ല തൈര്യമതി കൂട്ടി ഒരു പിടുത്തം. ആര്? അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കഴിക്കാം. ഭയങ്കര ദാഹമേ. വേണമെങ്കിൽ ഒരു ജ്യൂസ് അടിക്കുക അല്ലേ? നോക്കൂ, പൈനാപ്പിൾ നല്ലതായിരിക്കും അല്ലേ? നല്ലതായിരിക്കും, പക്ഷെ അപ്പടി മധുര. പപ്പയ്ക്ക് ഷുഗർ അല്ലേ? അപ്പൊ ഇത് മതി. നല്ലതാ, അടിച്ചോണ്ട് തരാവേ. എനിക്ക് ചൊറിഞ്ഞ് കേറുന്നുണ്ട്. എന്നാ പപ്പ? അല്ല, ഈ ചേന നിങ്ങൾ കഴിക്കുന്നവർ കഴിക്കുമ്പോ സൂക്ഷിക്കണം, ചിലപ്പോ ചൊറിയും. നിന്നെപ്പോലുള്ളവർക്ക് കൂടുതൽ ചൊറിയും. ചൊറിയും. നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഡ്രംസ് വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയേക്കാം ഇല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടി ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബേബി പിടിക്കുമല്ലോ അല്ലേ? വിശുദ്ധം തന്നെ മതി. 3, 4. ജോസൂട്ടി, ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, കുറച്ച് കേക്കൊക്കെ എടുത്തു വെക്കാൻ മേലായിരുന്നോ? ചേർ വെച്ചാ തിരക്കൊന്ന് കഴിയട്ടെ. ഇവന്മാരെ സമ്മതിക്കണം, കേട്ട് നിന്നു പോകും. അവരുടെ നിത്യത്തൊഴിലല്ലേ വകച്ചായ.
എന്നാന്നറിയില്ല, ഇത് കേൾക്കുമ്പോ എനിക്ക് പെരുന്നാളിന് പ്രദർശനം ഇറങ്ങുന്ന ഓർമ്മ വരും. ഈ പെരുന്നാളിന് എങ്ങനെ മെൽവിൻ വരുമോ? ആ, പോയിട്ട് 5 കൊല്ലം ആയില്ലേ, ചിലപ്പോ വന്നേക്കും. ഞാൻ ഈ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. നമ്മൾ പഠിപ്പിക്കാവുന്നത്രേ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിച്ചു. ഞാൻ എന്റെ കടമ നിറവേറ്റി. ഈ കാലത്ത് പിള്ളേരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നേ. ഒരു കണക്കിന് അതാ നല്ലത്. ഇളയ മോനെ വിടാൻ പോവാ. പിള്ളേർ പോയി രക്ഷപ്പെട്ടെന്നേ. പെടട്ടെന്നേ, രക്ഷപ്പെടട്ടെന്നേ. ആ പിള്ളാച്ചോ ഉണ്ടോ അമ്മച്ചിക്ക് കുറച്ച് വടിയും മടക്കും സാധനം പൊടിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? തൊട്ടാ പൊടിയും സാധന. പിള്ളാച്ചന്റെ കടലേ ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലാവണ്ടേ? അല്ല, എന്നാ പിന്നെ അമ്മച്ചി അനാഥാലയത്തിലിട്ട് കഷ്ടപ്പെടുത്താതെ ഇനി വീട്ടിലോട്ട് കൊണ്ടുവരാൻ മേലേ? അനാഥാലയോ എന്നാരും പറഞ്ഞു? ഇതാ ഈ നാടിന്റെ കുഴപ്പം. അനാഥാലയം ഒന്നുമല്ല, ഓൾഡ് ഏജ് ഹോം. വെളിയിലൊക്കെ ആളുകൾക്ക് വയസ്സാകുമ്പോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ റൂം ബുക്ക് ചെയ്യും. 24 hours ഡോക്ടർ ഫെസിലിറ്റി, നഴ്സിംഗ് കെയർ, ഡയറ്ററി ഫുഡ്, എവരിതിങ്. 10-20 രൂപ കൊടുത്താൽ തന്നെ ഇതുപോലൊരു ഫെസിലിറ്റി എനിക്ക് അമ്മച്ചിക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുമോ? ആ പിള്ളേച്ച പത്രം കേട്ടാ പോരാ, ഇവനും കൂടെ കേൾക്കണം. എടാ ജോസൂട്ടി, എനിക്ക് വേണ ഒരു ഹോം നേഴ്സിനും കൂട്ടി അമ്മച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താം. ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന 10-20 രൂപ വേണം ലാഭിക്കുകയും ചെയ്യാം. പക്ഷെ അവിടെ കിട്ടുന്ന സന്തോഷം അമ്മച്ചിക്ക് വീട്ടിൽ കിട്ടുകയല്ല. അവിടെ ആവുമ്പോ ഈ സമപ്രായക്കാരുമായിട്ട് അമ്മച്ചി സംസാരിച്ചും പ്രാർത്ഥിച്ചും സന്തോഷമായിട്ട് കൂടിക്കോളും. അമ്മച്ചി അവിടെ ഹാപ്പിയാ. അതിടെ അനാഥാലയം കൊണ്ട് വന്നേക്കുന്നു. വിളിച്ച അവിടുന്ന് ജോസൂട്ടി പോവാടാ. ശരി ചേ. ഓ വീട്ടിൽ നിന്ന് ഈ സമയത്ത് ആ എന്നാടി? ആ അവരോട് അവിടെ നിൽക്കാൻ പറയടി, ഞാനങ്ങോട്ട് വരാം. ആ ഓ എന്നാടാ ഇത്? തൊട്ട സെപ്റ്റിക് ആവുമല്ലോ. നിനക്ക് ഈ വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി എടുത്തൂടെ? ആ ഇത് കൊള്ളാലോ, പുതിയ കരവൾക്കാരാണോ? ചേട്ടത്തി ഇരുന്നിരുന്നോ? ഇതാ ഇവിടെ നോക്കി, ഇവിടെ ചേട്ടത്തി ഒന്ന് അടുത്തോട്ട് നോക്കിയേ. ഇനി വലത്തോട്ട്. നേരെ നോക്കിക്കേ. കണ്ണടക്കല്ലേ, 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 കണ്ണടക്കല്ലേ. മോനെ മേക്കപ്പ് കുറച്ച് കുറയ്ക്കണോ? അല്ല, ഇനി മേക്കപ്പ് ഇല്ലാതെ വരുമ്പോ സ്കാനർ അകത്തേക്ക് കയറ്റി വിടാതിരിക്കരുത്. ഞങ്ങൾ എല്ലാരും എടുക്കണ്ടേ? എന്തൊക്കെ പരിപാടിയാ ഇത്. ശരി കേട്ടോ. അവനെന്തിനാ എൽബിൻ? അവനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാണല്ലോ. അവൻ ആരാണ്ടെ കാണാനുണ്ടെന്നും പറഞ്ഞ് കാറും എടുത്തോണ്ട് പോയേക്കുവാ. ഓക്കെ മോനെ, എനിക്ക് ഇതായാലും ഒരു ഫോട്ടോ തരണേ, അങ്ങാരുടെ കൂടെ ഫ്രെയിം ചെയ്ത് വെക്കാനാ. അല്ല ചേട്ടത്തി, ഇതങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ഫോട്ടോ അല്ല. ഇനി ഏതായാലും ചേട്ടത്തിക്കേ കാലത്ത് ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വരികയല്ല. സാർ, ഞങ്ങളുടെ കിച്ചൺ മേറ്റിന്റെ ഫംഗ്ഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. പിന്നെ ആയിക്കോട്ടെ, കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് നടക്കടി. വരൂ, വന്നോളൂ. Hi sir, what can I do for you? സാർ, ഇത് ഞങ്ങളുടെ വണ്ടർ റോബോ R&D ടീമിന്റെ വർഷങ്ങളുടെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ റോബോട്ടാണ് കിച്ചൺ മേറ്റ്, അടുക്കളയിൽ ഒരു കൈസഹായം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന ലക്ഷോപലക്ഷം വീട്ടമ്മമാർക്ക് ഒരു കൈസഹായം എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. അടുക്കളയിലെ എല്ലാ ജോലിയും ഇത് വളരെ ഭംഗിയായി നിർവഹിക്കും. കിച്ചൺ മേറ്റ്, please make a coffee. Sure sir. Espresso or cappuccino? മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമോ മോനെ? മനസ്സിലാവും. മലയാളത്തിൽ പറയൂ. കിച്ചൺ മേറ്റ്, ഒരു കപ്പ് കടുങ്കാപ്പി എടുക്കൂ. Sure sir. Up in a minute. നോക്കൂ. Your coffee is ready. എന്റെ പണികളൊക്കെ എന്നാ തോന്നുന്നു. ചിലപ്പോ സാധ്യതയുണ്ട്. കൊള്ളാല്ലേ മോനെ? ഇതിന് മീൻകറി ഉണ്ടാക്കാൻ അറിയാവോ? ഈ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് കേരള സ്റ്റൈലില്. അയ്യോ ചേട്ടത്തി, കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ കാപ്പി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, പിന്നെ ഈ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യും. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലോ സാർ. ഞങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന റോബോട്ടിന് വേണ്ടിയിട്ട്. ഞങ്ങളത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വളർന്നൊരു വളർച്ചയെ ചുരുക്കം പറഞ്ഞാൽ ഇവരൊന്നും ഇല്ലെങ്കിലും നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമല്ലേ? അതെ, പറ്റുകയാണ് പെട്ടെന്നൊരു ഉപകാരം കൂടെ ചെയ്യണം സാർ. ഈ തേങ്ങ ഇടാനും ചക്ക ഇടാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യണം. ഭയങ്കര ഡിമാൻഡാന്നേ. തേങ്ങ ഇടാൻ ഒരുത്തരം കിട്ടുന്നില്ല.
തേങ്ങ മുഴുവൻ പൊഴിഞ്ഞു കൊണ്ട് കരക്കാർ എടുത്തോണ്ട് പോവാ. ഓക്കെ നോട്ട് നെക്സ്റ്റ് അതുപോലെ തന്നെ ഇതിന് വല്ല പെണ്ണേം ഇടാൻ പറ്റുമോ? ആ എന്നാ മാമാദേശം കിടങ്ങ് നോക്ക്. പേര് സാറിന് ഇഷ്ടമുള്ള ഇടാം. അതൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു പേരിടുന്നതായിരിക്കും സേഫ്. അല്ലെങ്കിൽ പണി കിട്ടും. അതെ കിട്ടിയിട്ടുണ്ട്. അത് ശരിയാ, സൂക്ഷിക്കണം. When the bass drum hits your face, you beat. Yeah, they cool.